ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ പരിസര പഠനം EVSലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള 2 പാഠഭാഗങ്ങളും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ചിറകുള്ള കൂട്ടുകാർ. ഒരു പക്ഷിയുടെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് അന്ന് ടീച്ചർ ക്ലാസ് തുടങ്ങിയത്. കുട്രൂ ട്രൂ ട്രൂ, ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചു. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഒരു കുട്ടി നോക്കൂ, ഒരുപാട് പക്ഷികളെ നിരീക്ഷിക്കുന്നത് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ, ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി കഴിയും അല്ലേ? അപ്പോൾ ഏതാണ് പാട്ട് പാടുന്ന പക്ഷി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ലാസ്സിലാകെ നിശബ്ദത. കുറുവൻ എന്നാണ് ഇതിൻ്റെ പേര്, അയാൻ പറഞ്ഞു. ഈ പാട്ടുകാരൻ പക്ഷിയുടെ നിറം എന്താണ്? അതിൻ്റെ നിറം പച്ചയാണ് ടീച്ചർ. ഉത്തരം സൈറയുടേതായിരുന്നു. ഈ പക്ഷിയെ പച്ചില കുടുക്ക എന്നും വിളിക്കും. അങ്ങനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും? ടീച്ചർ തുടർന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? കുട്ടുകുറുവൻ എന്നുള്ളതാണ്. ഇതിനെ പച്ചില കുടുക്ക എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പക്ഷികൾ പലതരത്തിലുണ്ട് അല്ലേ? ഒരുപാട് പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ മുറ്റത്ത് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതെല്ലാം പക്ഷികൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട്? നിങ്ങൾക്ക് എത്ര എണ്ണത്തിൻ്റെ പേരറിയാം? അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള കുറച്ച് പക്ഷികളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാക്ക, മൈന, തത്ത, ചെമ്പോത്ത്, മരംകൊത്തി, പൊന്മാന്, പരുന്ത്, കൊക്ക്, കോഴി, താറാവ്, കുയിൽ. ഇതൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളാണ്. ഇത് കൂടാതെയും ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് പക്ഷികളാണ് ഇതൊക്കെ. ഇനി നിറം നൽകി ഭംഗിയാക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ പക്ഷികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതൂ, നിറം നൽകി ഭംഗിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 പക്ഷികളെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ഭംഗിയിൽ കൂട്ടുകാർ നിറം കൊടുക്കുക. ഒന്നാമത്തേത് തത്തയാണ്, രണ്ടാമത്തേത് നാഗമോഹനാണ്, പിന്നെ മയില്, പിന്നെ മരംകൊത്തി. ഈ 4 പക്ഷികളാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? തൂവലുകളുടെ നിറത്തിൽ വ്യത്യസ്തതയുണ്ട് അല്ലെ? ഓരോന്നിനും ഓരോ തരത്തിലുള്ള തൂവലുകളാണ്. ശരീരത്തിന്റെ ആകൃതി എല്ലാത്തിൻ്റെയും ഒരുപോലെയാണോ? അല്ല, ഓരോന്നും വ്യത്യസ്ത തരത്തിലാണ്. കൊക്കിന്റെ ആകൃതി, കാലിന്റെ വലുപ്പം, ചിറകുകളുടെ ആകൃതി, വാലുകളുടെ വ്യത്യസ്തത, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവയെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി തരംതിരിക്കാം എന്നതാണ് അടുത്ത പ്രവർത്തനം. നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ? അല്ല അല്ലെ, ഓരോന്നിനും ഓരോ നിറമാണല്ലേ. ഇപ്പോൾ കാക്കയുടേതാണോ? തത്തക്ക് അല്ല, കാക്കയ്ക്ക് കറുപ്പ് നിറമാണ്, തത്തക്കാണെങ്കിൽ പച്ച നിറമാണ് അല്ലേ. അപ്പോൾ തൂവലുകൾക്ക് വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ കണ്ടിട്ടില്ലേ? ഏതെല്ലാമാണവ? പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുള്ളവ കാക്കയ്ക്ക് ഒരേ നിറമാണ്. പ്രാവ്, മൈന, കുയിൽ, ഇതിനൊക്കെ ഒരേ നിറമാണ്. ഇനി ശരീരത്തിൽ പല നിറത്തിലുള്ള തൂവലുള്ളവ മയില്, തത്ത, പൊന്മാന്, ഇതിനൊക്കെ വേറെ നിറത്തിലാണ്, ഒരേ സെയിം നിറമല്ല എന്ന് അർത്ഥം. ഇനി പക്ഷികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് പക്ഷികൾക്ക് പൊതുവായിട്ടുള്ളത്? പക്ഷികളുടെ ശരീരത്തിൽ തൂവലുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് തൂവലുകൾ നമ്മൾ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ പക്ഷികൾ എന്താണ്? മുട്ടയിടുന്നതാണ്. കൊക്കുകളുണ്ട്, ചിറകുകളും പക്ഷികൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ പക്ഷികളുടെ പൊതുവായ പ്രത്യേകതയാണ്. പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലർസ് ലഭ്യമെങ്കിൽ ഉപയോഗിക്കാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പക്ഷികൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കണം, കണ്ട സമയം മനസ്സിലാക്കണം, വലുപ്പം, നിറം, കൂട്, ശബ്ദം, അതുപോലെ തന്നെ കാലുകളുടെ നിറം, വിരലുകളുടെ എണ്ണം, വലുപ്പം, നീളം, കണ്ണുകളുടെ വലുപ്പം, നിറം, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി, വാലിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, മുട്ടയുടെ വലിപ്പം, കളറ്, കഴുത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ ഒരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ആ പക്ഷികൾ മറ്റുള്ള പക്ഷികളിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ? ഇനി അടുത്തത്, നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ചിത്രം വരക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരുപാട് ഇത്തരത്തിലുള്ള പക്ഷികളുണ്ടായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുക. ഇനി നിരീക്ഷണ കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? സൈറയുടെ നിരീക്ഷണ കുറിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷിയുടെ പേര് തത്ത,
കണ്ട സ്ഥലം ഏതാണ്? വയൽവരമ്പിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. കണ്ട സമയം വൈകുന്നേരമായിരുന്നു. നിറം പച്ചയാണ്. ചുണ്ടിൻ്റെ സവിശേഷത എന്താണ്? കൂർത്തു വളഞ്ഞതും ചുവന്ന നിറത്തിലുള്ളതുമാണ്. കാലുകളുടെ പ്രത്യേകത മരത്തിൽ കയറാനും ഭക്ഷണം മുറുകെ പിടിക്കാനും ഉപകരിക്കുന്ന മെലിഞ്ഞ കാലുകളാണുള്ളത്. വാലിൻ്റെ സവിശേഷത ത്രികോണാകൃതിയിലുള്ള നീണ്ട വാലാണുള്ളത്. മറ്റു സവിശേഷതകൾ: ഒന്ന്, കഴുത്തിൽ റോസ് നിറത്തിലുള്ള വളയമുണ്ട്. മരപ്പൊത്തിൽ മുട്ടയിടുന്നു. ഇതൊക്കെയാണ് മറ്റു സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത് നോക്കൂ, ഇതേപോലെ നമുക്കൊന്ന് പൂർത്തിയാക്കാം. വേറെ രീതിയിലാണ്. ഏതാണ് ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത്? ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത്. പിറകോട്ട് പറക്കുന്ന പക്ഷി എന്ന് പറയുന്നത് തേൻകുരുവിയാണ്. ഓക്കെ. ഇനി ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകനാണ്. പറക്കാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗ്വിന്, ഒട്ടകപ്പക്ഷി, യമു, ഇതൊക്കെ പറക്കാത്ത പക്ഷികളാണ്. ഏറ്റവും ചെറിയ പക്ഷി എന്ന് പറയുന്നതും തേൻകുരുവിയാണ്. തേൻകുരുവി പിറകോട്ട് പറക്കുന്ന പക്ഷിയാണ്, അതുപോലെ ചെറിയ പക്ഷിയുമാണ്. അടുത്തത് ആഹാരം പലവിധം എന്നുള്ളതാണ്. ഇവിടെ ഒരു പക്ഷി പറയുന്നത് എനിക്കും കിട്ടി മുഴുത്ത മീനുകൾ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? പൊന്മാനാണ്. തത്ത പറയാണ് എൻ്റെ ഭക്ഷണം ഈ നെന്മലികളാ എന്ന് പറയുന്നുണ്ട്. കഴുകൻ പറയുന്നത് ഇന്നത്തെ ഭക്ഷണം കുശാല്. കഴുകൻ എന്താ കിട്ടിയിട്ടുള്ളത്? കോഴിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് കാലിൽ പിടിച്ചിട്ട് പറക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ? ആണോ? അല്ല. എല്ലാ പക്ഷികളും ഒരേപോലെയല്ല. ചില പക്ഷികൾ ഒന്ന് തന്നെ കഴിക്കാറുണ്ട്. പക്ഷേ പല പക്ഷികളും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. ഇപ്പം ഇവിടെ നോക്കൂ, തത്ത എന്ന പക്ഷി എന്തൊക്കെ ആഹാരം കഴിക്കുന്നത്? ധാന്യങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, പഴങ്ങൾ, ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. പൊന്മാനാണെങ്കിൽ മത്സ്യം, ചെറുപ്രാണികൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പരുന്ത് എലികൾ, പാമ്പുകൾ, ചെറിയ ജീവികൾ ഇതൊക്കെ കഴിക്കുന്നു. മൈനയോ പഴങ്ങൾ, ചെറുപ്രാണികൾ ഇതിനൊക്കെ കഴിക്കുന്നുണ്ട്. മരംകൊത്തിയാണെങ്കിൽ പുഴുക്കളെയും വണ്ട്, പ്രാണികൾ ഇവയൊക്കെയാണ് കഴിക്കുന്നത്. കുയിലാണെങ്കിൽ പഴങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് പക്ഷികളുടെ പേരെഴുതുക. അവരെന്താണോ കഴിക്കുന്നത് എന്നാണ് നിങ്ങൾ ഇതുപോലെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത് എന്നാണ് ആര് പറയുന്നത്? താറാവ് പറയുന്നത് അല്ലേ. അപ്പോൾ കഴുകൻ പറയുന്നത് ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് കഴുകൻ പറയുന്നത്. അപ്പോൾ അടുത്തൊരു പക്ഷി പറയാണ് പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടമെന്നാണ് നമ്മുടെ മൈന പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്നാണ് നമ്മുടെ തത്ത പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത് അവ കണ്ടെത്തി എഴുതൂ. കൂടുതൽ പക്ഷികളുടെ പേരുകൾ കൂടുകളിൽ ഉൾപ്പെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഴങ്ങൾ ഭക്ഷിക്കുന്നവർ എന്ന് ഹെഡിങ് കൊടുക്കാം. അതിൽ ആരൊക്കെയാണ് വരുന്നത്? കുയില്, ബുൾബുള്, മഞ്ഞക്കറുപ്പൻ, കുരുവി. ഒന്നും കൂടെ പറയാം. പഴങ്ങൾ ഭക്ഷിക്കുന്നവർ കുയില്, ബുൾബുള്, മഞ്ഞക്കറുപ്പൻ, കുരുവി. ഇനി തേൻ നുകരുന്നവരാണ് തേൻകുരുവിയാണ്. തേൻ നുകരുന്നവർ എന്നെഴുതി അവിടെ തേൻകുരുവി എന്നെഴുതി കൊടുക്കാം. അടുത്തത് ചെറു പ്രാണികൾ ഭക്ഷിക്കുന്നവർ ആരാണ്? മൈന, മണ്ണാത്തിപ്പുള്ള്, മരം കൊത്തി, കോഴി. ഇനി വിത്ത് കഴിക്കുന്നവർ പ്രാവ്, കുരുവി, കോഴി, തത്ത. ഇതൊക്കെയാണ് വിത്ത് കഴിക്കുന്ന ജീവികളുള്ളത് അല്ലെങ്കിൽ പക്ഷികളുള്ളത്. ഇനി ഇരയെ റാഞ്ചി പിടിക്കുന്നവർ കഴുകനും പരുന്തുമാണ്. പ്രധാനമായിട്ടും ഇരയെ റാഞ്ചി പിടിക്കുന്ന സ്വഭാവമുള്ളവർ. വെള്ളത്തിൽ ഇര തേടുന്നവർ ആരൊക്കെയാണ് കൂട്ടുകാരെ? കൊക്ക്, കുളക്കോഴി, പൊന്മാന്, താറാവ്. ഇതൊക്കെ വെള്ളത്തിൽ ഇര തേടുന്നവരാണ്. എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? ആണോ? എല്ലാ പക്ഷികളുടെയും വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? അല്ല. ഓരോന്നിനും ഓരോ രീതിയാണ് അല്ലേ. ഇപ്പോൾ കാക്കയെ പോലെയാണോ കഴുകൻ? അല്ല, കഴുകൻ ഒന്നും കൂടെ വലുതാണല്ലേ. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓരോ പക്ഷിയുടെയും ചുണ്ടും കാലും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ. ഇവിടെ ആദ്യത്തെ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇത് നമ്മുടെ താറാവാണല്ലേ. അപ്പോൾ താറാവിൻ്റെ കാലിലേക്കാണ് നമ്മൾ ബന്ധിപ്പിച്ചു കൊടുക്കേണ്ടത്. അടുത്തത് തേൻകുരുവി, നമ്മുടെ പൊന്മാനാണ്. പൊന്മാനിൻ്റെ ഇതാണ്. എന്താണ് അടുത്തതായിട്ട് വരുന്നത്? നമ്മുടെ ഇതാണല്ലേ, കഴുകനാണ്. കഴുകനുമായി ബന്ധപ്പെട്ടത് ഇതാണ്. അടുത്തത് കൊക്കാണ്. കൊക്കിൻ്റെ കാല് ഇതാണ്. ഇത് മരംകൊത്തിയാണ്. മരംകൊത്തിയുടെ ശരീരം ഇതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏകദേശം അതേ സെയിം ഇതിലാണ്. പിന്നെ അതിൻ്റെ കാലുകളും അതുപോലെ തന്നെ അതിൻ്റെ ശരീരഘടനയും നമുക്ക് അറിയുന്നതാണ്. അറിയുന്ന പക്ഷികളായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്
പക്ഷികളും വാസസ്ഥലങ്ങളും എന്നുള്ളതാണ്. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും? കുളക്കരയിൽ, പിന്നെ എവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും? കാടുകളിൽ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കാടുകൾ എന്ന് എഴുതി കൊടുക്കുക. കാടുകളിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെ തന്നെ വയലുകളിലും കാണാൻ വേണ്ടി പറ്റും. വയലുകൾ. ഇനി ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? പൊന്മാന്, താറാവ്, കൊക്ക്, ഇതൊക്കെയാണ് ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതിലെന്താണ്? നീണ്ട കാലുകളാണുള്ളത്, വെള്ളത്തിൽ നീന്താൻ വേണ്ടി കഴിയും, നീണ്ട കഴുത്തായിരിക്കും, പരന്ന കാലുകൾ ആയിരിക്കും. ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി എല്ലാ പക്ഷിയുടെയും ശരീരഘടന ഒരുപോലെയല്ല. ചിലതിന് നീണ്ടു കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളും ഉണ്ട്. ആഹാര സമ്പാദന രീതിയും സഞ്ചാര രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രധാനമായിട്ടും പക്ഷികളുടെ സവിശേഷതകൾ ഉൾപ്പെടുന്നതാണ്. ഇനി നിശാസഞ്ചാരികൾ എന്ന് പറയുന്നത് ആരാണ്? പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര തേടുന്നവരാണ് മൂങ്ങകൾ എന്ന് പറയുന്നത്. രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽ കുപ്പായമാണ് ഇവക്കുള്ളത്. ചെറുജീവികളെ പിടികൂടുന്ന കാട്ടുമൂങ്ങ, എലികളെയും പെരിച്ചാഴികളെയും തിന്നുന്ന വെള്ളിമൂങ്ങ, മീനുകളെ വേട്ടയാടുന്ന മീൻ കൂമൻ, ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകൾ, ഇവയൊക്കെ രാത്രി സഞ്ചാരികളാണ്. ഇവരൊക്കെ രാത്രിയിലാണ് ഇര തേടി പോകാറുള്ളത്. ഇനി പക്ഷികളും കൂടുകളും. നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയെഴുതുക. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഓരോരുത്തരുടെയും കൂടുകളാണ് തന്നിട്ടുള്ളത്. ഇതെല്ലാം ഒരുപോലെയാണോ? അല്ല, ഓരോന്നും വ്യത്യസ്ത തരത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ കൂട് എന്ന് പറയുന്നത് ഒന്ന് കാണപ്പെടുന്ന സ്ഥലങ്ങളിലെ വ്യത്യാസം ഉണ്ടായിരിക്കും, നിർമ്മാണ വസ്തുക്കളിലെ വ്യത്യാസം ഉണ്ടായിരിക്കും, കൂടുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, കൂടുകളുടെ നിർമ്മാണ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലത് തൂങ്ങിക്കിടന്നാണ് ഉണ്ടായിരിക്കുക. തേൻകുരുവിയൊക്കെ അങ്ങനെയാണ്. കൂടുകളുടെ ആകൃതിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുകളായിക്കോട്ടെ, ഇവരുടെ സഞ്ചാര രീതി ആയിക്കോട്ടെ, ഭക്ഷണം അനുകൂല അല്ലെ, ഭക്ഷണം എങ്ങനെയാണ് ഇര തേടുന്നത്, എല്ലാത്തിലും ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മുട്ടകൾ നോക്കൂ, ചിത്രം നോക്കൂ. മുട്ടകൾ ഏത് പക്ഷികളുടേതെന്ന് ചുവടെ ചേർക്കൂ. ഒന്നാമത്തേത് ആരുടേതാണ്? കോഴിയുടെ മുട്ടയാണ് അല്ലേ. രണ്ടാമത്തേത് കാടയുടെ മുട്ടയാണ്. ഇനി ഇവിടെ നോക്കൂ, ഇത് എമുവിൻ്റെ മുട്ട, താറാവ് മുട്ട, ഒട്ടകപക്ഷി മുട്ട, ഇതിൻ്റെ ഓരോന്നിൻ്റെയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ, കാക്കയുടേതും കുയിലിൻ്റെയും തന്നിട്ടുണ്ട് അല്ലേ. കുയിലിൻ്റെ ഒരു ഡോട്ട് പോലെയുള്ളതാണ്, ചില കുത്തുകൾ ഉള്ളതാണ് കുയിലിൻ്റെ മുട്ട എന്ന് പറയുന്നത്. എമുവിൻ്റെ ഒരു നീല കളറായിരിക്കും. ഒട്ടകപക്ഷിയുടെ ഒന്നും കൂടെ വലിപ്പമുള്ളതായിരിക്കും, ചെറിയ കുത്തുകൾ ഉണ്ടായിരിക്കും. താറാവിൻ്റേത് വേറെ രീതിയിലാണ്. അപ്പോൾ ഓരോ മുട്ടകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൂട്ടുകാരെ? അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ, നിറത്തിൽ വ്യത്യാസമുണ്ട്, എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കോഴി ഒരു ദിവസം ഒരു മുട്ടയാണ് ഇടുക, അതേപോലെയാണോ കാട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? ഇല്ല, ഓരോന്നിൻ്റെയും ഓരോ തരത്തിലുള്ള രീതികളാണ് ഉണ്ടായിരിക്കുക. ഇനി വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി ഒരു പതിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കൂട്ടുകാർ ചെയ്തു നോക്കാം. പക്ഷികളുടെയും കൂടുകളുടെയും ആകൃതി, വലിപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി, മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. അത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലായി അല്ലേ. ചിത്രം കണ്ടപ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇനി ഒട്ടക പക്ഷിയും മുട്ടയും തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്ന് നോക്കാം. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട എന്ന് പറയുന്നത്. ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. മാത്രമല്ല, കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടക പക്ഷിയുടേതാണ്. ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടക പക്ഷിക്കാണ്. ഏറ്റവും വലിയ പക്ഷിയും ഒട്ടക പക്ഷിയാണ്. ഇതിൻ്റെ മുട്ടയും അങ്ങനെ തന്നെയാണ്. ഇനി ദേശാടന പക്ഷികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, കടും പച്ചപ്പൊടിക്കുരുവി, കാവി, നാഗമോഹൻ, മഞ്ഞക്കിളി, പൊന്മണൽ കോഴി, കാട്ടുവാലുകുലുക്കി, ഇതൊക്കെ ദേശാടന പക്ഷികളാണ്. ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എപ്പോഴും കാണാറുണ്ടോ? ഇവയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ടോ? എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഇതൊക്കെ ദേശാടന പക്ഷികളാണ്. ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തെത്തുന്നു. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പക്ഷികളെയാണ് നമ്മൾ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാ പക്ഷികളും ദേശാടന പക്ഷികളല്ല, ചില പക്ഷികൾ മാത്രം ഈ തന്നിട്ടുള്ളതിൽ പറയുന്ന ഇത്തരത്തിലുള്ള ചില പക്ഷികൾ മാത്രമേ ദേശാടന പക്ഷികളായിട്ടും ഉള്ളൂ. കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. ചിത്രങ്ങൾ ശേഖരിച്ച് പരിസര മൂലയിലെ ബോർഡ് കോർണറിൽ ഒട്ടിക്കൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പക്ഷികളും പരിസ്ഥിതിയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുള്ളതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരങ്ങൾ വളർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ ആരെങ്കിലും നട്ടു വളർത്തിയതാണോ? എന്താണ് നട്ടു വളർത്തിയതാണോ? അല്ല. കാരണം എന്താണ്? പക്ഷികൾ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ വിത്തിട്ടിട്ടാണ് അത് ഉണ്ടാവുന്നത്. ഇനി പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വിത്ത് വിതരണം നടക്കും. കൂടാതെ ചുറ്റുപാടുകളും വൃത്തിയാക്കുന്നു. ഇപ്പോൾ കാക്കൊക്കെ എല്ലുകളൊക്കെ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പക്ഷികളൊക്കെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതാണ്. അതുപോലെ പരാഗണം നടത്താൻ വേണ്ടി ഇവരെ സഹായിക്കുന്നുണ്ട്. കീടബാധകളെ ത്വരിതപ്പെടുത്തുന്നവരും ഈ പക്ഷികൾ സഹായിക്കുന്നുണ്ട്. ജലം തേടി. നീരുറവകളും ജലാശയങ്ങളും വറ്റുവരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹം അകറ്റുന്നത് എങ്ങനെയാണ്? അവർ നമ്മൾ വെച്ച് കൊടുക്കുന്ന എന്തെങ്കിലും പാത്രത്തിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കുടിച്ചിട്ടാണ് അവർ ദാഹം അകറ്റുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് വേനലൊക്കെ ആകുമ്പോൾ ചെറിയ ചിരട്ടകളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ എന്തെങ്കിലുമൊക്കെ വെള്ളം വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ്. ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വെക്കാം. കൊതുക് മുട്ടയിടാതിരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷികൾക്ക് ജലവും ആഹാരവും ഒക്കെ ലഭ്യമാകുന്ന ഒരിടം നിങ്ങളുടെ സ്കൂളിലും ഒരുക്കാനാണ് പറയുന്നത്. അപ്പോൾ വേനലിലൊക്കെ ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ലഭിക്കും. ഇനി മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക് എന്നാണ് പറയുന്നത്. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലാണ് എന്നുള്ള ഒരു പത്രവാർത്തയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടി കുരുവി തുടങ്ങി പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്? ഒന്ന്, ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ് അല്ലെ? ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇല്ലാതിരിക്കുക. ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം. ചില പക്ഷികൾ ഉയരം കൂടിയ വൃക്ഷങ്ങളിൽ മാത്രമേ അവർ താമസിക്കുകയുള്ളൂ. അതില്ലാതായിരിക്കുമ്പോൾ അവർക്ക് എന്താണ്? അവരുടെ എണ്ണത്തിൽ കുറവ് വരും. മനുഷ്യന്റെ സാമീപ്യം കൂടുതലാവുന്നത്. മനുഷ്യ സാമീപ്യം അത്രയും കൂടുതലല്ലാത്ത ചില പക്ഷികൾ ഉണ്ടായിരിക്കും. അതുപോലെ മലിനീകരണം, രാസവള പ്രയോഗം, അമിതമായ രാസവള ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. റെഡ് ഡേറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ പറയുന്നുണ്ട്. ചിത്രങ്ങളും ശേഖരിക്കുക. ഇനി പക്ഷി നിരീക്ഷകനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ഡോക്ടർ സലീം അലിയെ കുറിച്ചിട്ടാണ്. സലീമിന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന ഒരു കുരുവിയെ വെടിവെച്ചിട്ടു. സലീമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവിൻ്റെ സുഹൃത്തായ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ WS മിലാഡിനെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം സൊസൈറ്റിയെ സംസ്കരിച്ചു സൂക്ഷിക്കുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി. അതിൽ സലീം വെടിവെച്ചിട്ട മഞ്ഞത്താലിയെ പോലെയുള്ള കുരുവികളും ഉണ്ടായിരുന്നു. ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷി പ്രേമിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനായിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണിത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആഘോഷിക്കുന്നു. മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം? ഇവിടെ തന്നിട്ടുണ്ട്. KK നീലകണ്ഠൻ എന്ന ഇന്ദുചൂടൻ, ഡോക്ടർ R സുഗതൻ, ഇവരൊക്കെ പക്ഷി നിരീക്ഷകരാണ്. പക്ഷികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ശാഖയാണ് പക്ഷിശാസ്ത്രം അഥവാ ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഇനി പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. മറ്റേതെല്ലാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം? ഇവിടെ ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട്. ഇത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ചോദ്യങ്ങൾ നോക്കാം, ഉത്തരങ്ങളും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? കുമരകമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്. ഇവിടെ കൂ ഉണ്ട്, ഇവിടെ മാ എഴുതുക. കുമരകം. അടുത്തത് രണ്ടാമത്തേത് നോക്കൂ. രണ്ടാമത്തേത്
കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? ചൂളന്നൂരാണ്. ഓക്കെ, ചൂള തന്നിട്ടുണ്ട്, എന്നൂർ എന്നാണ് ഇവിടെ എഴുതേണ്ടത്, ചൂളന്നൂർ. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തട്ടേക്കാടാണ് അല്ലേ. അപ്പോൾ ഇവിടെ താഴുണ്ട് തട്ടേക്കാട്. അടുത്തത് നാലാമത്തത് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? മംഗളവനമാണ്. ഓക്കെ, മംഗളവനം. അവസാനത്തെ ചോദ്യം. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? കടലുണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക, കടലുണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ എഴുതി കൊടുക്കേണ്ടത്. ഇനി കൂടുതൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട് അല്ലേ. കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം. മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപാതകളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയോ. അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്കും തുടരാം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒട്ടേറെ പക്ഷികൾ ഇനിയുമുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. അപ്പോൾ കൂട്ടുകാർ അതിൻ്റെയൊക്കെ പേര് കണ്ടെത്തുന്നത് നന്നായിരിക്കും. എങ്ങനെയുണ്ട്, അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്ത തരങ്ങളിലുള്ള പക്ഷികളായിക്കോട്ടെ, ജീവികളായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ എല്ലാമുള്ള ഒരു വിഭവസമൃദ്ധമായ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പക്ഷികളുടെയും അവയുടെ ഭക്ഷണത്തെയും തമ്മിൽ ശരിയായ വഴിയിലൂടെ യോജിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇതൊന്ന് ചെയ്തു നോക്കുക. ഇതിൽ നിങ്ങൾക്കറിയാം ഓരോന്നിൻ്റെയും പക്ഷി ഏതൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കഴുകൻ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റേ തത്തയാണെങ്കിൽ ഇതാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്, നമ്മുടെ തേൻകുരുവിയാണല്ലേ, ഇതാണ് കഴിക്കുന്നത്. ഇത് കഴിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ കാക്ക ഇതും കഴിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കിളി ഒരു മീനിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇത് ഏതാണ്, മരംകൊത്തിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുളക്കരയിലെ കിളിയെ കണ്ടപ്പോൾ റോബി ഉറക്കെ വിളിച്ചു ചോദിച്ചു, മരംകൊത്തിയുടെ ചുണ്ട് ഇങ്ങനെയല്ലല്ലോ. അയാൻ്റെ മറുപടി, ഏതായിരിക്കും ഈ പക്ഷി? ഉചിതമായ നിറം നൽകി ചിത്രം പൂർത്തിയാക്കൂ. പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ഒരു ജീവി എന്ന് പറയുന്നത് പൊന്മാനാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾക്ക് സമീപം എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ചില പക്ഷിക്ക് പൊന്മാൻ എന്നും പേരുണ്ട്. ചില സമയത്ത് ഈ പക്ഷി കുളത്തിന് ചുറ്റുമോ വയലുകൾക്ക് മീതെ കൂടെ ചീ എന്ന നേരിയ സ്വരത്തിൽ ശബ്ദിച്ചുകൊണ്ട് ശരവേഗത്തിൽ ചുറ്റും പറക്കുന്നത് കാണാം. ഫെബ്രുവരി മുതൽ തുടങ്ങുന്ന വേനൽ മാസത്തിലാണ് പക്ഷി സാധാരണയായും ഇങ്ങനെ പറക്കുക. തത്സമയത്ത് ഒരു മീൻകൊത്തി മിന്നൽ പിളരും പോലെ മുമ്പിലും മറ്റൊന്ന് അതിലും വേഗത്തിൽ പിന്നിലും പറക്കുന്നത് പതിവാണ്. തുടർന്ന് പറക്കുന്ന പക്ഷിയെ ഇടവിടാതെ ചീ എന്നുച്ചരിച്ചുകൊണ്ട് ഇരിക്കും. ചെറിയ മീൻകൊത്തിയുടെ ശൃംഗാര ചേഷ്ടകളിൽ പെട്ടതാണ് ഈ പരക്കം പാച്ചിലും പന്തയവും എന്ന് പറയുന്നത്. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം. മർസയും അബിനും പട്ടിക പൂർത്തിയാക്കി കളിക്കുകയായിരുന്നു. അവരോടൊപ്പം ചേർന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പക്ഷിയുടെ പേരെഴുതണം, അതിൻ്റെ നിറം, ആഹാരം, ശരീര സവിശേഷതകൾ, കൂടിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന് തത്തയാണ്. തത്തയുടെ നിറം പച്ചയാണ്. ആഹാരം പഴങ്ങളും വിത്തുകളുമാണ്. ശരീരത്തിൻ്റെ സവിശേഷത ശക്തിയുള്ള വളഞ്ഞ കൊക്കാണ്. കൂടിൻ്റെ പ്രത്യേകത, തത്തയുടെ കൂട് എനിക്ക് അറിയില്ല. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി നോക്കാം. ഇനി അടുത്തത് കാക്കയാണ്. കാക്കയ്ക്ക് കറുപ്പ് നിറമാണ്. വിത്തുകൾ, പഴങ്ങൾ, പ്രാണികൾ, ഇതൊക്കെയാണ് ആഹാരം. ശരീരത്തിൻ്റെ സവിശേഷത നീണ്ട കൊക്കായിരിക്കും. മരത്തിൽ ഉയരത്തിലായിരിക്കും അതിൻ്റെ കൂടെന്ന് പറയുന്നത്. പൊന്മാനാണെങ്കിൽ നീലയും പച്ചയും ഉണ്ടായിരിക്കും. ചെറു ജീവികളാണ് ഭക്ഷണമായി കഴിക്കാറ്. കൂർത്ത കൊക്കാണുള്ളത്. നദീതീരങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ഇനി കുരുവിയാണെങ്കിൽ ചാരനിറമാണ്. ചെറിയ മീനുകൾ, പ്രാണികൾ, ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. നീണ്ട കൊക്കാണ്. ചെറു പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും അതിൻ്റെ കൂടിൻ്റെ പ്രത്യേകത
എന്ന് പറയുന്നത്. ഇനി മരംകൊത്തിയാണ്. പച്ച കലർന്ന മഞ്ഞയായിരിക്കും, മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലും ഉണ്ടായിരിക്കും. പ്രാണികൾ, പുഴുക്കൾ ഇതൊക്കെ കഴിക്കാറുണ്ട്. കൂർത്ത കൊക്ക് ഉണ്ടായിരിക്കും, തലയിൽ ചുവപ്പ് തൊപ്പി ഉണ്ടായിരിക്കും. മരപ്പൊത്തിലാണ് അതിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇതിൻ്റെ കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് തുടർ പ്രവർത്തനങ്ങളാണ്. പക്ഷി ആൽബം ഉണ്ടാക്കാനൊക്കെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 4ാമത്തെ പാഠഭാഗം കലാകേരളം എന്ന് പറയുന്നതാണ്. നമുക്ക് ഇതിന് ശേഷം ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ നോക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ കാണാം, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ടൊക്കെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും A+ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.